പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി വിധേയായ മൃഗീയ പീഡനത്തിന് കൂട്ടബലാത്സംഗത്തിനാണ് അതിജീവന ഇരയായത്. പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ 20 പ്രതികൾ കേസിൽ ഇതുവരെ അറസ്റ്റിലായി കഴിഞ്ഞു. 2 പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പത്തനംതിട്ട ഇലവുംതിട്ട സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇലവുംതിട്ട സ്റ്റേഷനിൽ എടുത്ത കേസിൽ സുബിൻ, VK വിനീത്, K അനന്തു, S സന്ദീപ്, സുധി, അച്ചു ആനന്ദ് എന്നിവരാണ് പ്രതികൾ. ഇവരിൽ സുധി മറ്റൊരു പോക്സോ കേസിൽ ജയിലിലാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഷംനാഥ്, അഫ്സൽ, ആഷിഖ്, നിതിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക് എന്നിവരാണ് പ്രതികൾ. പ്രതിപട്ടികയിൽ 17കാരനുമുണ്ട്. ഇവരെ കൂടാതെ 6 പേരുടെ അറസ്റ്റും വൈകിട്ടോടെ രേഖപ്പെടുത്തി. പ്രതികളിൽ ഒരാളായ സുബിൻ പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ മുതൽ കുട്ടിയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. കുട്ടിയുടെ 16ാം വയസ്സിൽ ഇയാൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. തുടർന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി. സുബിന്റെ സുഹൃത്തുക്കൾ കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. കുട്ടിയുടെ ഡയറിക്കുറിപ്പുകൾ, ഉപയോഗിച്ച ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം അന്വേഷണത്തിന് സഹായകമായി. അടുത്ത ദിവസം വിവാഹം നിശ്ചയിച്ച നവവരൻ, ഓട്ടോ തൊഴിലാളികൾ, മത്സ്യക്കച്ചവടക്കാർ എന്നിങ്ങനെയുള്ളവർ ഉൾപ്പെട്ടതാണ് പ്രതിപട്ടിക. നിലവിൽ പിടിയിലായ പ്രതികളെല്ലാം 17നും 35നും ഇടയിൽ പ്രായമുള്ളവരാണ്. 5 വർഷത്തിനിടയിൽ 62 പേർ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിൽ 40-ലധികം ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാവും. നിലവിൽ വനിതാ ഹോമിൽ പെൺകുട്ടിയെ പാർപ്പിച്ചിരിക്കുകയാണ്. അതിജീവിതയുടെ മൊഴി വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തും. പുതിയ കൗൺസിലിംഗിനും വിധേയയാക്കുന്നുണ്ട്. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പത്തനംതിട്ട SP-യോട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവി നിർദ്ദേശിച്ചു. ജനം, പത്തനംതിട്ട.